മക്കളെ, ഞാൻ ഈ വിഷയം തന്നെയാണ് അന്ന് സൂചിപ്പിച്ചത്. അന്ന് ഞാനൊരു ആശങ്ക പങ്കുവച്ചില്ലേ, പോസ്റ്റ് കാണാത്തവർ എൻ്റെ FBയിൽ നേരുമായി ബന്ധപ്പെട്ട് 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണുകയും ഏകദേശം 90% ആളുകൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് എനിക്ക് താഴെ കമൻറ്റ് ചെയ്തത്. ചില ചെറുപ്പക്കാരായ ചില പാവങ്ങൾ, ഇപ്പോൾ പഠിച്ചിറങ്ങി ആരൊക്കെയാണെന്ന് തോന്നുന്നു, അവർ ഞാൻ പറഞ്ഞത് എന്താണെന്ന് അതിൻ്റെ വ്യക്തത മനസ്സിലാക്കാതെ അവർ എന്നെ പരിഹസിച്ചു, കുറ്റപ്പെടുത്തി. സാരമില്ല മക്കളെ, പക്ഷെ നിങ്ങൾക്കും ഈ അപകടം വരാതിരിക്കാനും നിങ്ങളുടെ മാതാപിതാക്കൾക്കും ഇത്തരം അബദ്ധം പറ്റാതിരിക്കാനുമാണ് ഞാൻ അന്ന് നിങ്ങളോട് സൂചിപ്പിച്ചത്. നിങ്ങൾ കണ്ടില്ലേ, ബ്രെയിൻ ഡെത്ത് എന്ന് സ്ഥിരീകരിച്ച് അയച്ചതാണെന്നാണ് വാർത്തയിൽ പറഞ്ഞിട്ടുള്ളത്. വാർത്ത സത്യമാണോ മിഥ്യയാണോ എന്ന് അറിയൂല. എന്തായാലും റിപ്പോർട്ട് ചെയ്തതൊരു ആധികാരിക പത്രമാണല്ലോ. ഇതുപോലെ സംഭവിക്കാനുള്ള സാധ്യതയില്ലേന്ന് ഞാൻ ചോദിച്ചത്. അപ്പോൾ സ്വാഭാവികമായും പൂർണ്ണമായും മരിച്ചു. ബ്രെയിൻ ഡെത്ത് ശേഷം പുറത്തെടുക്കുമ്പോൾ ശ്വാസം നിലച്ചിരുന്നു. മരിച്ചെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ ശരീരം 1 ദിവസത്തിലധികം മോർച്ചറിയിൽ സൂക്ഷിച്ചു. ബന്ധുക്കളെത്തിയ ശേഷം പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക്. അവിടെയാണ് സിനിമാ കഥയെ വെല്ലുന്ന ക്ലൈമാക്സ്. അടിയടിച്ചപ്പോഴത്തേക്ക് അവിടെ കണ്ടമാനം ചോരയുണ്ട്. ആ സമയത്ത് അടിയടിച്ചപ്പോഴത്തേക്ക് എൻ്റെ വിരല് ഞെട്ടി അനങ്ങി. അപ്പൊ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആള് ബോധം കെട്ട് താഴ്ത്തി വീണു. പോസ്റ്റ്മോർട്ടത്തിന് ചുറ്റിക കൊണ്ടടിച്ചതിന്റെ അടയാളം ഇന്നും മാത്രല്ല, ബ്രെയിൻ ഡെത്ത് എന്ന് പറയുമ്പോൾ അവിടെ ജീവൻ ഉണ്ടല്ലോ. പൂർണ്ണമായും മരിച്ചു എന്ന് പറഞ്ഞെടുത്ത് നിന്നും പോസ്റ്റ്മോർട്ടം ടേബിളിൽ നിന്നും എഴുന്നേറ്റ് വന്ന ആളുടെ വീഡിയോ ആണ്, അദ്ദേഹം സംസാരിക്കുന്ന വീഡിയോ ആണ്, പത്രവാർത്തയല്ല, ന്യൂസ് ചാനലിൽ വന്ന വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ മക്കളെ, നിങ്ങളിപ്പോൾ പഠിച്ചിറങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾ വർഷങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പുകമറ മാറുക, സത്യാവസ്ഥ മനസ്സിലാകുക. അപ്പോൾ മനുഷ്യന്റെ ജീവിതം മനസ്സിലാക്കാൻ പുസ്തകങ്ങൾ വായിച്ച് കാണാതെ പഠിക്കുന്നതിനും അപ്പുറം ആരോഗ്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ ഒന്ന് ഇറങ്ങി നിൽക്കണം. ഒരു ചികിത്സയും ഇല്ലാതെ ജീവിക്കുന്ന, സ്വസ്ഥമായി ജീവിക്കുന്ന ഗ്രാമങ്ങളിൽ ഒന്ന് സന്ദർശിക്കണം. നമ്മൾ പലപ്പോഴും ആരോഗ്യ മേഖലയിൽ പറ്റിക്കുകയാണ് മക്കളെ. പല ആരോഗ്യത്തിന് നല്ലത് എന്ന് പറയുന്നതും നമ്മളെ രോഗിയാക്കാനുള്ള ട്രാപ്പല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പലപ്പോഴും കഴിക്കുന്ന മരുന്നുകൾ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ സ്വന്തം ചിന്തിച്ചു നോക്കൂ. എന്നിട്ട് നിങ്ങൾ പഠിച്ചത് സത്യമാണോ മിഥ്യയാണോ ഉപകാരമാണോ മനുഷ്യന് ഉപദ്രവമാണോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതൊന്നും ഇല്ലാത്ത മനുഷ്യരുടെ ഇടയിൽ കുറച്ച് നാൾ പോയെന്ന് ജീവിച്ചു നോക്കൂ. അങ്ങനെ ജീവിക്കാൻ പടച്ചവൻ അനുഗ്രഹം കൊണ്ട് ഒരവസരം കിട്ടുകയും അങ്ങനെ ഒരു ആശുപത്രിയും ഇല്ലാത്ത സ്ഥലങ്ങളിൽ, ഗ്രാമങ്ങളിലുള്ള മനുഷ്യരെ കണ്ട ബോധ്യത്തിലാണ് നിങ്ങളോട് പറയുന്നത്. സ്വസ്ഥമായി ജീവിക്കുക, സുഖമായ ജനനം, ശാന്തമായ മരണം, ഇതൊക്കെ പ്രകൃതിപരമാണ് മക്കളെ. ഇതിനെയൊക്കെ ഏതെങ്കിലും ജില്ലയുടെ ആവറേജ് കണക്കെടുത്തത് കൊണ്ട് എന്തെങ്കിലും ഒരു മെച്ചമോ അല്ലെങ്കിൽ പഴയകാല പരാജയമോ ഒന്നും പറയാൻ പറ്റില്ല മക്കളെ. ആ കണക്ക് പലതും തട്ടിപ്പാണ് മക്കളെ. നമുക്ക് വെച്ചിരിക്കുന്ന ക്രൈറ്റീരിയകൾ, ബർത്ത് മോർട്ടാലിറ്റിയിലും മറ്റേണൽ മോർട്ടാലിറ്റിയിലുമുള്ള ക്രൈറ്റീരിയ പരിശോധിച്ചാൽ അബോർഷൻ നിരക്കൊന്നും ഈ കുട്ടികളുടെ മരണത്തിന്റെ കണക്കിൽ പെടുത്തിയിട്ടേ ഇല്ല മക്കളെ. അത്തരം ക്രൈറ്റീരിയകൾ അവരങ്ങനെ മാറ്റിയത് എന്തിനാ? ഇപ്പോൾ നടക്കുന്ന ക്രൂര അബോർഷൻ എന്ന പേരിലെ കൊലപാതകങ്ങളെ മറയ്ക്കാനല്ലേ? ചിന്തിച്ചു നോക്കൂ. എന്തായാലും അവയവദാനവുമായി ബന്ധപ്പെട്ട ഇതെന്റെ 3ാമത്തെ വീഡിയോ ആണ്. ഒരുപക്ഷെ ഇനി ഞാൻ ഈ വിഷയം നിങ്ങളോട് സംവദിക്കണം എന്ന് തോന്നുന്നില്ല, കാരണം അത്ര ക്ലാരിറ്റിയിൽ 2 വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സ്വന്തം ചിന്തിക്ക്, നിങ്ങളുടെ മാതാപിതാക്കളുടെ കാര്യം, നിങ്ങളുടെ സ്വന്തം കാര്യം. എന്താണ് ബ്രെയിൻ ഡെത്ത്? അത് യഥാർത്ഥത്തിൽ മരണമാണോ അല്ലയോ? മരണത്തിനും ജീവിതത്തിനും ഇടയിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ബ്രെയിൻ ഡെത്ത് പറഞ്ഞ സ്ത്രീ ഗട്ടറിൽ വീണപ്പോൾ എഴുന്നേറ്റ് വന്നു എന്ന് അല്ലേ? പോസ്റ്റ്മോർട്ടം ടേബിളിൽ പൂർണ്ണമായും മരിച്ച ആൾ എഴുന്നേറ്റ് വന്ന് 10 വർഷത്തോളം ജീവിച്ചു എന്ന്. ബ്രെയിൻ ഡെത്ത് എന്ന് ഒന്നുണ്ടോ? ചിന്തിച്ചു നോക്കൂ. ചൂഷകർക്ക് നമ്മൾ ഇരയായി കൊടുക്കണമോ? ചിന്തിക്കാനാണ്.